വേദം വിക്രമിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേദയോട് തരുണിൻ്റെ അമ്മ തന്നെയാണ് തനിക്ക് എല്ലാം കൊണ്ടും പിന്തുണയുള്ള ഒരു ശക്തിയായ ഒരു പെണ്ണാവണം, നിന്നെക്കൊണ്ട് അതിന് സാധിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ സിവിൽ സർവീസിൻ്റെ ഒരു ബുക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. വേദ പഠിച്ച് ഒരു കലക്ടറായി മാറുകയാണ്. ആ സമയം തന്നെ വിക്രമും ഈ ഒരു ദിവസങ്ങൾ, തടവിലുള്ള ദിവസങ്ങൾ തനിക്ക് പ്രയോജനപ്പെടുത്തണം. അതിനുവേണ്ടി തൻ്റെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവനും അവിടെ ഇരുന്ന് പഠിക്കുക എല്ലാ ഒത്തോസകളും ചെയ്തു കൊടുക്കുന്നുണ്ട് പോലീസ് ഓഫീസർ. അങ്ങനെ 5 വർഷങ്ങൾ ഒരു മിന്നായം പോലെ കടന്നുപോയി. ഗൗരിമോനും വളർന്നു വലുതായി. വേദ കലക്ടറാവുകയും ചെയ്തു. ആ സമയത്താണ് ശങ്കരൻ നാരായണന് മറ്റൊരു തെളിവ് കിട്ടുന്നത്. വിക്രമല്ല കൊന്നതെന്ന്, ജയശങ്കറിനെ കൊന്നതിൻ്റെ ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ഒരു പോലീസ് ഓഫീസർ തന്നെയാണ് ശങ്കർ നാരായണൻ്റെ കയ്യിൽ ആ വീഡിയോ ഫോട്ടോച്ച് കൊത്തിക്കുന്നത്. അതോടുകൂടെ പല പ്രതീക്ഷ വീണ്ടും വിക്രമിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള ആ കേസ് ഒരു പുനരാരംഭത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നുണ്ട്. അങ്ങനെ വിക്രമിനെ പുറത്തിറക്കാണ് ശങ്കരൻ നാരായണം. ഈ സമയം ഗൗരിമോൾക്ക് തൻ്റെ അച്ഛനും അമ്മയും വേദയും തരുണുമാണെന്ന് അവൾ ഉറച്ചു വിശ്വസിക്കാണ്. അവളുടെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം മോള് വേദയോട് പറയുന്നുണ്ട്. സ്വന്തം ജീവിതം തന്നെ കഥയാക്കി മോൾക്ക് പറഞ്ഞു കൊടുക്കാണ്. അതെല്ലാം കേട്ട് തന്നെ തരുണിൻ്റെ അമ്മയും, എന്നാൽ തരുണ് തൻ്റെ മകളാണ് ഗൗരിമോളെന്നതിൽ അടിയുറച്ച് വിശ്വസിക്കാണ്. ഇതുവരെ അവനോട് സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്നില്ല. വേദ തൻ്റെടിയായ ഒരു പെണ്ണാവണം, അതിനുശേഷം മാത്രമേ തരുണ് സത്യങ്ങൾ അറിയാൻ പാടൂ എന്ന് അവൻ്റെ അമ്മ പറയുന്നുണ്ടാവും. എന്നാൽ രാധയെ മറക്കാനൊന്നും തരുണിന് ആ നേരത്ത് കഴിഞ്ഞില്ല. വേദയെ അമ്മയായിട്ട് കാണുന്ന ഗൗരിമോള് അത് വലിയ അപകടമാണെന്ന് തരുൺ അമ്മയോട് പറയുന്നുണ്ട്. അത് വേദ ഇവിടെ ഉള്ളത് നമുക്ക് ഒരു ആശ്വാസമല്ലേ, നമ്മുടെ മോൾക്കും അത് നല്ലതല്ലേ മോനെ. എന്തായാലും വേദ സ്വന്തം മകളെ പോലെ തന്നെയാണ് അവളെ കാണുന്നത്. അതിലെനിക്ക് എന്തോ ഒരു യോജിപ്പില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മോള് സ്കൂളിലേക്ക് വിശേഷം പറയാണ്. അതിനിടയിൽ വേദയോട് ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും എന്താ ഒരുമിച്ച് കിടക്കാത്തത്? എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയും നടുവിലാണ് കിടന്നുറങ്ങാറ്. ഇവിടെ അച്ഛനും അമ്മയും വേറെ വേറെ ആണല്ലോ കിടക്കുന്നത്. കുഞ്ഞിൻ്റെ മനസ്സിൽ മുറിവേൽക്കാതെ ആ സംശയത്തിന് അവൾ പറയുന്നുണ്ട്, അച്ഛനും അമ്മയും ഡൈവേഴ്സ് അല്ല കേട്ടോ മോളെ. അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ മോളെ എത്തിക്കാമെന്നും മനസ്സുകൊണ്ട് അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവും. ആ ഇടയ്ക്ക് തന്നെ വേദ ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മകളുടെ വിളി വന്നപ്പോൾ ശങ്കരനാരായണൻ ആകെ ഷോക്കായി പോവാണ്. അച്ഛാ മോളെ, നീ ഇതെവിടായിരുന്നു? എന്തുകൊണ്ടാണ് നീ വിളിക്കാത്തത്? അങ്ങനെ ശങ്കരനാരായണനെ നേരിട്ട് കാണണമെന്ന് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് ശങ്കരനാരായണൻ വരികയാണ്. തൻ്റെ മകൾ ഇങ്ങനൊരു പദവിയിലാണെന്ന് കണ്ടതും അദ്ദേഹത്തിന് വളരെ സന്തോഷമാവാണ്. ഞാൻ വിളിച്ചതും അവരാരും അറിയരുത്. അങ്ങനെ വിക്രമിനെ കാണണം. വിക്രമിന് ഒരുപാട് സർപ്രൈസുകളുമായിട്ടാണ് ഞാൻ വരുന്നതെന്ന് അവനോട് പറയണം. പിന്നീട് എന്നെ കണ്ടതായിട്ട് പോലും അച്ഛൻ പറയേണ്ട. പിന്നീടുള്ള കാര്യം ആ സമയം ശങ്കരനാരായണൻ അവളോട് ചോദിക്കും, മോളെ നിൻ്റെ കുഞ്ഞെവിടെ? നീ ഗർഭിണിയാണെന്ന് എന്നോട് ശ്രീകാന്ത് പറഞ്ഞിട്ട് എനിക്കറിയാം. അച്ഛന് എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. പക്ഷേ അച്ഛനോട് ഞാൻ പറയും എല്ലാ സത്യങ്ങളും. ഇപ്പോൾ എന്നോടൊന്നും ചോദിക്കരുത്. അങ്ങനെ മകളെ കണ്ട സന്തോഷത്തിൽ അദ്ദേഹം തിരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വേദിയും തന്നെ തമിഴ്നാട്ടിൽ സബ് കളക്ടറായിട്ട് ജോയിൻ ചെയ്ത പാടെ തന്നെ അവിടുത്തെ കഞ്ചാവ് മാഫിയയിലെ ആളുകളെല്ലാം പിടികൂടുന്നുണ്ടെങ്കിലും അവരുടെ പൊളിറ്റിക്സും പിൻബലം കൊണ്ട് തന്നെ അവർ രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവിടെയും വേദയ്ക്ക് ഒരു ശത്രു ഉണ്ടാകുവാണ് കേട്ടോ. ആ ഒരു വലിയൊരു റൗഡി തന്നെ അവളുടെ ശത്രുവായി മാറുകയാണ്. അങ്ങനെ വേദയുടെ ഓരോ വളർച്ചയും കണ്ട് തൻ്റെടിയായ പെണ്ണ് തരുണിന് അവളെ കാണുമ്പോൾ എല്ലാം അഭിമാനം തോന്നാണ്. പക്ഷേ തൻ്റെ കൗരിമോളെ അവൾ സ്വന്തം മകളെയായിട്ടാണ് കാണുന്നതിൽ അതിലാണെങ്കിലും ഒട്ടും അദ്ദേഹത്തിന് യോജിപ്പിക്കില്ല. വേദയെക്കുറിച്ച് തരുണിന് കൂടുതലൊന്നും അറിയില്ല. എന്നാലും തൻ്റെ ഗൗരിമോളുടെ അമ്മയുടെ സ്ഥാനത്തേക്ക് അവൾ വന്നിരുന്നെങ്കിലെന്ന് തരുണിൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ജനിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് തരുണിൻ്റെ പഴയൊരു സുഹൃത്തും ക്ലാസ്മേറ്റ്സായ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവനെ കാണാനായിട്ട് വരികയാണ്. അവരുടെ കല്യാണത്തിന് പോലും അദ്ദേഹം കൂടിയിട്ടുണ്ടാവില്ല. അങ്ങനെ വീട്ടിലേക്ക് വന്ന അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് വേദയാണ്. തരുണിൻ്റെ ഭാര്യയാണല്ലേ, ഞാനിതുവരെ കണ്ടിട്ടില്ല.
ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. നിങ്ങൾക്കൊരു മോള് ജനിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു. എവിടെ മോള് സ്കൂൾ പോയതാണോ എന്നെല്ലാം അദ്ദേഹം ചോദിക്കുമ്പോൾ തരുണിനും വേദയ്ക്കും വല്ലാതെയാവുന്നുണ്ട്. എടാ, ആ വാതിക്ക് തന്നെ നിന്ന് നീ ചോദ്യങ്ങൾ ചോദിക്കാതെ ഇങ്ങോട്ട് കയറി വാ. അങ്ങനെ തരുണിൻ്റെ ഫ്രണ്ട് അകത്തേക്ക് കയറുന്നുണ്ട്. ആ സമയത്താണ് തരുണിൻ്റെയും വേദയുടെയും ആ ചമ്മലങ്ങ് മാറുന്നത്. ഒരുപാട് നാളായല്ലടോ കണ്ടിട്ട്. അതെ, നീ ഇവിടെ വലിയ പോലീസ് ഓഫീസറാണെന്നൊക്കെ കേട്ടു. ആ, എല്ലാവരെയും വിറപ്പിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ നിന്റെ ഭാര്യയും ഒരു കലക്ടറല്ലേ. എന്തായാലും അച്ഛന് നിനക്ക് നല്ല യോജിച്ച പെണ്ണ് തന്നെ. നിങ്ങളുടെ രണ്ടുപേരുടെ വീരകഥകളൊക്കെ കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നീ എന്ത് കഥകളാ കേട്ടത്? പക്ഷേ നീ കേട്ടതൊന്നും സത്യമല്ല. സത്യമല്ലെന്നോ? എന്നാലും നീ സൂപ്പർമാനാടാ എന്ന് പറഞ്ഞ് അങ്ങനെ തരുണിൻ്റെ കൈ പിടിക്കാട്ടോ. ആ സമയത്താണ് ഗൗരിമോള് വരുന്നത്. അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ഗൗരിമോൾ സന്തോഷത്തോടെ അകത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ ഗൗരിമോളെയും കണ്ടതും ഈ ഫ്രണ്ട് ആ ഗൗരിമോളെ മടിയിൽ വെക്കുന്നുണ്ട്. ഈ അങ്കിളിനെ അറിയോ നീ? ഇല്ല അങ്കിള് എവിടുന്നാ വരുന്നത്? അച്ഛൻ്റെ ഫ്രണ്ടാ എന്നൊക്കെ അവൾ ആ മെടുക്കിക്കുട്ടി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവരുടെ അമ്മ രണ്ടുപേർക്കുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്കൊന്ന് പുറത്തു പോയാലോ തരുണേ എന്ന് ചോദിച്ചുകൊണ്ട് തരുണുമായിട്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ വേദിയെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കായിരിക്കും. ആ സമയത്തന്നെ തരുൺ അവനടുത്ത് പറയും അവൻ്റെ പേര് ശ്രീ എന്നായിരിക്കും. ശ്രീ, നീ കരുതുന്ന പോലെയല്ല വേദ എൻ്റെ ഭാര്യയല്ല. വേദ നിന്റെ ഭാര്യയല്ലെന്നോ? പിന്നെ ആരാ? നിന്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ? ആ കുഞ്ഞ് അമ്മയെന്ന് വിളിച്ച് അവൾക്കരികിലേക്ക് ഓടിപ്പോയല്ലോ. അതെ, അതൊക്കെ ശരി തന്നെയാ. എൻ്റെ മകൾ അവളെ അമ്മയെപ്പോലെ കാണുന്നു. പിന്നെ വേദ നിന്റെ ആരാ? നിന്റെ വീട്ടിൽ എങ്ങനെ വന്നു? അപ്പോൾ നിന്റെ ഭാര്യ ഇവിടെ? അതൊക്കെ വലിയ കരുതയാണ്. ചുരുക്കിക്കൊണ്ട് തരുൺ പറയുന്നുണ്ട് സങ്കടത്തോടെ. തൻ്റെ രാധയെക്കുറിച്ചും തൻ്റെ രാധയുടെ മരണത്തെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞ ശ്രീ പറയും, സോറിടാ, ഞാൻ തെറ്റിദ്ധരിച്ചു. അപ്പോൾ വേദയുടെ കുടുംബം അവൾ നാട്ടിലെവിടെയോ ആണ്. അവളുടെ ഭർത്താവോ മറ്റുള്ളവരോ ഒന്നുമില്ല. അവളെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ അവൾക്ക് ആരുടെയൊക്കെയോ ഭീഷണിയുണ്ട്. അവൾ സ്വയം തന്നെ എല്ലാത്തിൽ നിന്നും നല്ല ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയാണ് അവൾ. അതുകൊണ്ട് തന്നെ അവൾക്ക് പുറകെ ശത്രുക്കളുള്ളതുകൊണ്ട് തന്നെയാണ് അമ്മ അവളെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. രാധയും അവളും ഒരുമിച്ച് ഹോസ്പിറ്റലിലായിരുന്നു. അവളുടെ കുഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ എൻ്റെ കുഞ്ഞിനെ പാല് കൊടുക്കാൻ അവൾ ആവശ്യമായിരുന്നു. പിന്നീട് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി അവൾ അവിടെ തന്നെ കഴിഞ്ഞു. എന്നാലും തരുണേ, ആ കുട്ടിയെക്കുറിച്ച് നിനക്ക് അന്വേഷിച്ചൂടെ? ഭർത്താവ് ഇതുവരെ അന്വേഷിച്ച് വരാത്ത സ്ഥിതിക്ക് അവൾക്ക് ഭർത്താവ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാ. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചൂടെ? എൻ്റെ രാധയെ മറന്ന് മറ്റൊരു ജീവിതമില്ല. അവളെനിക്ക് മറക്കാനും കഴിയില്ല. പക്ഷേ തരുൺ, നിനക്കധികം പ്രായമില്ല. മരിച്ചവർ മരിച്ചു. പക്ഷെ നിൻ്റെ മോൾക്ക് ഒരമ്മ വേണം. ആ കുഞ്ഞ് വളർന്നു വരികയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ കുഞ്ഞിനെ നോക്കുന്നതല്ലേ? ഇനിയിപ്പോൾ വേദ മടങ്ങിപ്പോയാലും അത് നിൻ്റെ മകളെ ഒരുപാട് വേദനിക്കില്ലേ? അവൾ അമ്മയെന്ന് കരുതി സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ആള് പെട്ടെന്നൊരിക്കൽ തൻ്റെ അമ്മയില്ലെന്ന് അറിയുമ്പോൾ എത്രമാത്രം വേദനിക്കും. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ വേദ, അവളെ വിവാഹം കഴിക്കാനോ അവളെക്കുറിച്ച് ഒന്നും അറിയാതെ നീ ഒന്ന് സംസാരിക്ക്. വേദയുടെ ഭർത്താവ് എവിടെയാണോ എന്തൊക്കെയെന്നൊക്കെ നീ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. നിന്റെ മനസ്സ് അതിന് പാകപ്പെടണം. അങ്ങനെ തരുണിയാണെങ്കിലോ ശ്രീ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാട്ടോ തരുണിൻ്റെ ഉള്ളിലും. വീട്ടിലെത്തുന്നവരെ അവൾ വേദയെക്കുറിച്ചൊക്കെ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അവൾ നാട്ടിലെവിടെയാണെന്ന് പോലും അറിയില്ല. അങ്ങനെ തരുൺ വേദയോട് ഒന്ന് സംസാരിക്കണം. അതിനുശേഷം അവനാണെങ്കിലോ അമ്മയെ കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ വേദയോട് ചോദിച്ചോ അവളുടെ നാട് എവിടെയാണ്, അവൾക്ക് എന്താ പ്രശ്നങ്ങളെന്നൊക്കെ അമ്മയോട് അവൾ പറഞ്ഞിട്ടുണ്ടോ? ഒരുപാട് നാളായില്ലേ നമ്മുടെ കൂടെ, നമ്മളെ സ്വന്തമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവൾ അതിനെക്കുറിച്ചൊക്കെ പറയേണ്ടതല്ലേ? ഞാൻ മനഃപൂർവ്വം ചോദിക്കാത്തതാ. ചില കാര്യങ്ങളൊക്കെ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവളുടെ ശത്രു അവളുടെ ഏട്ടൻ തന്നെയാണ്. അവളുടെ അച്ഛൻ ജഡ്ജിയായിരുന്നു. വേദിയും എല്ലാം പഠിച്ചതാ, വക്കീലൊക്കെ. പിന്നെയല്ലേ ഞാൻ പറഞ്ഞതുകൊണ്ടാ കലക്ടറായത്. എല്ലാം ശക്തിയുള്ള ഒരു പെണ്ണാവണമെന്ന് ഞാൻ അത്രയും ആഗ്രഹിച്ചിരുന്നു. എന്നാലും അവളെ ഏട്ടൻ എന്തിനാ അവളെ കൊല്ലാൻ നോക്കുന്നത്? അതൊക്കെ വലിയ കഥയാണ് മോളെ. ചില ആളുകൾക്ക് ശത്രുക്കൾ സ്വന്തം കൂടപ്പിറപ്പൊക്കെ ആവുന്ന കഥ ഇന്നത്തെ കാലമല്ലേ. അപ്പോൾ അവർക്ക് സ്വത്തിനും പണത്തിനും ആവശ്യമാവും. അവിടെ കൂടപ്പിറപ്പുകളോ മറ്റോ ഒന്നുമില്ലല്ലോ. എന്നാലും ഈ വേദയുടെ നാട് എവിടെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ തരുണിനോട് ആ വേദയോട് തന്നെ ചോദിക്കാൻ തീരുമാനിക്കാണ്. വേദയാണെങ്കിലോ മോള് നല്ല ഉറക്കമായിരിക്കും. അന്നേരത്ത് തരുണ് റൂമിലേക്ക് വരുന്നുണ്ട്. വേദ പെട്ടെന്ന് തന്നെ എണീക്കാണ്. മോൾ ഉറങ്ങിയോ? അതെ, ഉറങ്ങി. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. വേദയുടെ വീട് എവിടെയാണെന്നാണ് പറഞ്ഞത്? നാട്ടിലെവിടെയാണ്? വേദ ആദ്യം കേട്ടപ്പോൾ പകച്ചു പോകുന്നുണ്ട്.
ഒന്നുകൊണ്ടുമല്ല, പേടിക്കേണ്ട, അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ. അങ്ങനെ വേദ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ഏട്ടൻ നിന്നെ കൊല്ലാൻ വേണ്ടി നോക്കുന്നത്? അങ്ങനെ വേദ തൻ്റെ ജീവിതകഥ പറയാണ്. അപ്പോൾ ഭർത്താവ് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ ഭർത്താവിനെ കുറിച്ച് വേദ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഈ തരുൺ തെറ്റിദ്ധരിക്കാണ് വേദക്ക് ഭർത്താവില്ല എന്നാട്ടോ കരുതുന്നത്. ആരും അതിനുശേഷം അവനാണെങ്കിലും എനിക്ക് ഒരു കാര്യം വേദയോട് പറയുന്നുണ്ട്. കൂടുതലായിട്ട് ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. പക്ഷേ എൻ്റെ മകൾ ഇപ്പോൾ വേദയെ സ്വന്തം അമ്മയെ പോലെയാണ് കാണുന്നത്. എൻ്റെ മകൾക്ക് വേദ പോയി കഴിഞ്ഞാൽ അത് വലിയ സങ്കടമാവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേദയെ ഞാൻ പ്രപ്പോസ് ചെയ്യാണ്. വേദയെ വിവാഹം കഴിക്കാൻ എൻ്റെ രാധയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ജീവിച്ചൂടെ? ഇത് കേട്ട വേദ നെട്ടലോടെ തരുണിൻ്റെ മുഖത്തേക്ക് നോക്കാണ്. തരുണ്, ഈ സമയം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ടാണ് എൻ്റെ മോൾക്ക് അച്ഛനും അമ്മയും വേണം. അവർക്കിടയിൽ അവൾ വളരണം എന്നൊരാഗ്രഹം തോന്നി. സോറി എന്ന് പറഞ്ഞുകൊണ്ട് തരുൺ അവിടെ നിന്ന് പോകുമ്പോൾ വേദ പൊട്ടിക്കരയുന്നുണ്ട് തൻ്റെ വിക്രമിനെ ഓർത്ത്. അങ്ങനെ രാവിലെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ അത് കരഞ്ഞു കലങ്ങി കണ്ണുമായിട്ടിരിക്കുന്നു, എന്ത് പറ്റി? അങ്ങനെ തരുൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയോട് പറയുമ്പോൾ അത് നല്ല കാര്യമാണ്. രാധയെ മറന്ന് മറ്റൊരു പെണ്ണിനെ അവൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു കേൾക്കുമ്പോൾ അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ വേദ, നിനക്ക് ഭർത്താവും കുട്ടിയുണ്ട്. ആ കാര്യം എൻ്റെ മകൻക്ക് അറിയില്ലല്ലോ. ഇനി അധികം വൈകാതെ സത്യങ്ങളൊന്നും തുറന്ന് പറയാതിരിക്കാൻ വയ്യ. എല്ലാം തരുണിനോട് തുറന്ന് പറയണം. അതെ, എല്ലാം തുറന്ന് പറയാനുള്ള സമയമായി. അങ്ങനെ തരുണ് എങ്ങനെ രീതിയിലെടുക്കും എല്ലാ സത്യങ്ങളും? തരുണിനോട് തുറന്ന് പറയുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? തരുൺ വിശ്വസിക്കുമോ? എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആ ഒരു സ്റ്റോറി പറയാട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.